എല്ലാവർക്കും ആത്മപ്രണാമം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. വിസ്താര സ്ഥാവര സ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ. ഭഗവാന്റെ 426 നാമം വിസ്താരഃ. 427 സ്ഥാവര സ്ഥാണുഹു. 428 പ്രമാണം. 429 ബീജമവ്യയം. 430 അർത്ഥഃ. 431 അനർത്ഥഃ. 432 മഹാകോശഃ. 433 മഹാഭോഗഃ. 434 മഹാധനഃ. അപ്പോൾ 426 നാമം വിസ്താരഃ എന്ന് വെച്ചാൽ സമസ്ത ലോകങ്ങളും ആരിൽ വിസ്താരത്തെ പ്രാപിക്കുന്നുവോ അവൻ എന്നർത്ഥം. അതായത് സമസ്ത ലോകങ്ങളും സർവചരാചരങ്ങളും ആരിലാണോ വിസ്താരമായി കഴിയുന്നത്, അതായത് ഇവിടെ എന്നും സൃഷ്ടികർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുനർജനിക്കുന്നതിനെല്ലാം ഉണ്ടാകുന്നതിനെല്ലാം വസിക്കാനുള്ള ഇടം ഈ ബ്രഹ്മാണ്ടമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എത്രയൊക്കെ ജന്മങ്ങൾ ഇവിടെ ഉണ്ടായാലും സൃഷ്ടി നടന്നാലും എല്ലാവർക്കും കഴിയാനുള്ള വിശാലത ഉണ്ട് ഭഗവാന്. അതാണ് സമസ്ത ലോകങ്ങളും സർവചരാചരങ്ങളും ആരിലാണോ ഇങ്ങനെ വിശാലമായി കഴിയുന്നത് ആ ഭഗവാൻ, അതാണ് വിസ്താരഃ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. 427 നാമം സ്ഥാവര സ്ഥാണുഹു. സ്ഥാവരം എന്നാൽ എന്നും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നത്. സ്ഥാണുഹു എന്നാൽ എല്ലാ പദാർത്ഥങ്ങളും, ഭൂമിയിലെ എല്ലാ പദാർത്ഥങ്ങൾക്കും സ്ഥിതി ചെയ്യാനുള്ള ഇടമായിരിക്കുന്നതും ആ ഭഗവാൻ. ഭഗവാൻ ഒരു മാറ്റവും ഇല്ലാതെ എന്നും ഒരുപോലെ സ്ഥിതിശീലൻ എന്നാണ് പറയുക. അതായത് ഒരേ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഇനി ആ ഭൂമിയിലെ സർവ പദാർത്ഥങ്ങൾക്കും സർവചരാചരങ്ങൾക്കും സ്ഥിതി ചെയ്യാനുള്ള ഇരിപ്പിടമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് സ്ഥാവര സ്ഥാണുഹു എന്ന് ഭഗവാനെ വിളിക്കുന്നത്. 428 പ്രമാണം, അതായത് സംവിത് സ്വരൂപൻ എന്നർത്ഥം. സംവിത്ത് എന്നാൽ ബുദ്ധി, ജ്ഞാനം. അപ്പൊ ബുദ്ധി ജ്ഞാനത്തിന്റെ സ്വരൂപമായിരിക്കുന്നവൻ, അതാണ് ഭഗവാനെ പ്രമാണം എന്ന് വിളിക്കുന്നത്. 429 ബീജമവ്യയം എന്ന് വെച്ചാൽ അവ്യയം, ഒരിക്കലും നശിക്കാത്തത്. അപ്പൊ ഒരിക്കലും നശിക്കാത്ത ബീജം, ഈ സംസാരത്തിന്റെ കാരണമായവൻ എന്നർത്ഥം. ഒരിക്കലും നശിക്കാത്ത ഈ സംസാരത്തിന്റെ കാരണമായ ആദ്യ ബീജമായിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ബീജമവ്യയം എന്ന നാമത്തിനർത്ഥം. 430 അർത്ഥഃ. അർത്ഥഃ എന്നാൽ സകലരാലും അർത്ഥിക്കപ്പെടുന്നവൻ എന്നർത്ഥം. മോക്ഷം ആഗ്രഹിക്കുന്നവനും ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങളോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനും ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. അങ്ങനെ സകലരാലും പ്രാർത്ഥിക്കപ്പെടുന്നവൻ, അതാണ് അർത്ഥഃ എന്ന നാമത്തിന് അർത്ഥം. 431 അനർത്ഥഃ. എല്ലാവരും ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഭഗവാന് ഒന്നും തന്നെ ഇവിടുന്ന് ആവശ്യമില്ല. ഒരു അർത്ഥവും ഇല്ലാത്തവൻ എന്നർത്ഥം. ഭഗവാൻ ഒന്നിനോടും ആഗ്രഹവുമില്ല, ഒരു ആവശ്യവുമില്ല, ഒരു പ്രാർത്ഥനയുമില്ല. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഭഗവാൻ ഒരു പ്രാർത്ഥനയും ഇല്ല. അതാണ് അനർത്ഥഃ എന്ന നാമത്തിനർത്ഥം. 432 മഹാകോശഃ. അതായത് അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയം, ഇവയാണ് പഞ്ചകോശങ്ങൾ. ഈ കോശങ്ങൾക്കൊക്കെ മുകളിൽ മഹത്തായ കോശമായിരിക്കുന്നവൻ ഭഗവാനാണ്. അതാണ് ഭഗവാനെ മഹാകോശഃ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ ശരീരം അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയം, ഈ കോശങ്ങളെല്ലാം ചേർന്നതാണ്. എന്നാൽ ഇതിനും ശ്രേഷ്ഠമായ മഹത്തായ കോശം ഭഗവാനാണ്. ആ കോശത്തെ മറയ്ക്കുന്നതാണ് മറ്റ് ഈ പഞ്ചകോശങ്ങൾ. അതാണ് അന്നമയം മുതലായ കോശങ്ങളാണ് മഹത്തായ കോശത്തെ മറയ്ക്കുന്നത്. അതാണ് ഭഗവാനെ മഹാകോശഃ എന്ന് വിളിക്കുന്നത്. 433 മഹാഭോഗഃ. അതായത് എല്ലാ സുഖത്തെയും മഹത്തായ ഭോഗമുള്ളവൻ, അനുഭവിക്കുന്നവൻ എന്നർത്ഥം. സുഖത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നവൻ, എല്ലാ സുഖങ്ങളെയും അനുഭവിക്കുന്നവൻ.
434 മഹാധനഹ, അതായത് മഹത്തായ ധനമുള്ളവൻ എന്നർത്ഥം. എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ ധനം എന്ന് പറയുന്നത് സമാധാനവും ശാന്തിയുമാണ്, അല്ലെ, സുഖമാണ്. അപ്പോ ആ മഹത്തായ സുഖം ആകുന്ന ധനമുള്ളവൻ, അതാണ് ഭഗവാനെ മഹാധനഹ എന്ന് വിളിക്കുന്നത്. അനിർവിണ്ണ സ്തവിഷ്ടോ ഭൂർ ധർമ്മയുഗോ മഹാമഗഃ നക്ഷത്രനേമി നക്ഷത്രീ ക്ഷമ ക്ഷാമ സമീഹനഃ. ഭഗവാന്റെ 435 നാമം അനിർവിണ്ണഃ. 436 സ്തവിഷ്ടഃ. 437 അബുഹു. 438 ധർമ്മയുഗഃ. 439 മഹാമഗഃ. 440 നക്ഷത്രനേമിഃ. 441 നക്ഷത്രീ. 442 ക്ഷമഃ. 443 ക്ഷാമഃ. 444 സമീഹനഃ. ഭഗവാന്റെ 435 നാമമായി പറയുന്നത് അനിർവിണ്ണഃ. സകല കാമങ്ങളും പ്രാപിച്ചവനാകയാൽ നിർവേദമില്ലാത്തവൻ, ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവൻ. ഭഗവാൻ പൂർണ്ണനാണ്, എല്ലാ കാമങ്ങളും സാധിച്ചവനാണ്, പ്രാപിച്ചവനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാത്തവനാണ്. അതാണ് അനിർവിണ്ണഃ എന്ന് വിളിക്കുന്നത്. 436 സ്തവിഷ്ടഃ, അതായത് വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ പ്രകാശ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം. 437 അബുഹു. അബു എന്നാൽ ജന്മമില്ലാത്തവൻ. ജന്മമില്ലാത്തവൻ എന്ന് വെച്ചാൽ എന്നും, പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടതില്ല, എന്നും ഇവിടെ ഉള്ളവൻ. അതാണ് ഭഗവാനെ അബുഹു എന്ന് വിളിക്കുന്നത്. ജനിച്ചിട്ടില്ല, കാരണം ഭഗവാൻ എന്നും ഇവിടെ ഉള്ളവനാണ്. അതുകൊണ്ട് ജന്മമില്ലാത്തവൻ എന്ന് വിളിക്കുന്നു. 438 ധർമ്മയുഗഃ, അതായത് ഒരു തൂണിൽ പശുവിനെ ബന്ധിക്കുന്നത് പോലെ ധാർമ്മികമായ കർമ്മങ്ങളാൽ ആരിലേക്കാണോ നമ്മൾ ബന്ധിക്കപ്പെടുന്നത് അവനായിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ധർമ്മയുഗഃ എന്ന് വിളിക്കുന്നത്. ഒരു യജ്ഞശാലയില് തൂണിൽമേൽ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് ബന്ധിക്കപ്പെടുന്നു. അങ്ങനെ ബന്ധിക്കപ്പെടുന്നവനായ ഭഗവാനാണ് ധർമ്മയുഗഃ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. 439 മഹാമഗഃ, അതായത് ആ ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട യാഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നിർവാണ രൂപത്തിലുള്ള ഫലത്തെ നമുക്ക് നൽകുന്ന ആ ഭഗവാനെയാണ് മഹാമഗഃ എന്ന് വിളിക്കുന്നത്. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് യാഗത്തെ അനുഷ്ഠിക്കുമ്പോൾ നിർവാണത്തെ, ആ മോക്ഷമാകുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നു ഭഗവാൻ. അതുകൊണ്ട് മഹാമഗഃ എന്ന് വിളിക്കുന്നു. 440 നക്ഷത്രനേമി, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കൂട്ടമാണ് ശിംശുമാര ചക്രം. ആ ശിംശുമാര ചക്രത്തിന്റെ മധ്യത്തിൽ ജ്യോതി ചക്രമാകുന്ന നേമി, അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രമായിരിക്കുന്നത് ഭഗവാനാണ്. സർവ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കൂട്ടമാണ്, അതിന്റെ കൂട്ടത്തെയാണ് ശിംശുമാര ചക്രം എന്ന് വിളിക്കുന്നത്. ഈ ശിംശുമാര ചക്രത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് അതിന്റെ കേന്ദ്രമായിരുന്ന് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാൻ. അതിനാൽ നക്ഷത്രനേമിഹി എന്ന് വിളിക്കുന്നു. 441 നക്ഷത്രീ. നക്ഷത്രീ എന്നാൽ ചന്ദ്രസ്വരൂപൻ എന്നർത്ഥം. ചന്ദ്രസ്വരൂപനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. 442 ക്ഷമഃ, എല്ലാ കാര്യങ്ങളിലും സമർത്ഥനും സഹനശീലവുമുള്ളവനും ക്ഷമയുള്ളവനും, അതാണ് ക്ഷമഃ എന്ന് വിളിക്കുന്നത്. 443 ക്ഷാമഃ, അതായത് പ്രളയത്തോടെ എല്ലാം ക്ഷയിച്ചു പോയ ശേഷവും ആത്മഭാവത്തോടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നവൻ, അതാണ് ക്ഷാമഃ എന്ന് വിളിക്കുന്നത്. പ്രളയത്തിൽ എല്ലാം ക്ഷയിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ ഭഗവാൻ അപ്പോഴും ആത്മഭാവത്തോടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ ക്ഷാമഃ എന്ന് വിളിക്കുന്നു. 444 സമീഹനഃ, അതായത് സൃഷ്ടി മുതലായവയ്ക്കായി ഈഹ അല്ലെങ്കിൽ ചേഷ്ടയെ ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പൊ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇവിടെ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി ആ ചേഷ്ടയെ ചെയ്യുന്നവൻ, അതാണ് ഭഗവാനെ സമീഹനഃ എന്ന് വിളിക്കുന്നത്. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച ക്രതു സത്രം സദാം ഗതിഃ
സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. 445 നാമം യജ്ഞഃ. 446 ഇജ്യഃ. 447 മഹേജ്യഃ. 448 ക്രതുഃ. 449 സത്രം. 450 സദാം ഗതിഃ. 451 സർവദർശി. 452 വിമുക്താത്മാ. 453 സർവജ്ഞഃ. 454 ജ്ഞാനമുത്തമം. അപ്പോൾ ഭഗവാന്റെ 445 നാമം യജ്ഞഃ എന്ന് വെച്ചാൽ സർവയജ്ഞ സ്വരൂപൻ എന്നർത്ഥം. അതായത് ഭഗവാൻ തന്നെയാണ് യജ്ഞത്തിന്റെ സ്വരൂപമായിരിക്കുന്നവൻ, യജ്ഞമായിരിക്കുന്നവൻ. അതാണ് യജ്ഞഃ എന്ന് വിളിക്കുന്നത്. 446 ഇജ്യഃ. ആ യജ്ഞത്തിലൂടെ നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അങ്ങനെ ആരാധിക്കപ്പെടുന്നവൻ ഭഗവാനാണ്. അതായത് യജിക്കപ്പെടുന്നവൻ എന്നർത്ഥം. യജ്ഞം ഭഗവാനാണ്, യജ്ഞത്തിന്റെ സ്വരൂപം ഭഗവാനാണ്. ആ യജ്ഞത്തിലൂടെ ആരാധിക്കപ്പെടുന്നതും ഭഗവാനാണ്. അതാണ് ഇജ്യഃ എന്നർത്ഥം. 447 മഹേജ്യഃ. അതായത് യജിക്കപ്പെടേണ്ടവരായ ദേവന്മാരിൽ എല്ലാ ദേവതകളിലും വെച്ച് ഒരു ഭക്തന് മോക്ഷത്തെ ഫലമായി നൽകുന്നത് ഭഗവാനാണ്. അതാണ് ഭഗവാനെ മഹേജ്യഃ എന്ന് വിളിക്കാൻ കാരണം. അതായത് സകല കർമ്മങ്ങളും ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിഷ്കാമ കർമ്മം ചെയ്യുന്ന ഒരു ഭക്തനെ മറ്റെല്ലാ ദേവന്മാരിലും വെച്ച് മോക്ഷത്തെ ഫലമായി നൽകുന്നത് ഭഗവാനാണ്. അതാണ് ഭഗവാനെ മഹേജ്യഃ എന്ന് വിളിക്കുന്നത്. 448 ക്രതുഃ എന്ന് വെച്ചാൽ യൂപസഹിതമായ യജ്ഞത്തിന്റെ രൂപമുള്ളവൻ എന്നർത്ഥം. യൂപം എന്നാൽ ഒരു യജ്ഞശാലയിൽ പശുവിനെ ബന്ധിപ്പിക്കുന്ന കെട്ടിയിടുന്ന തൂണ്, അതാണ് യൂപം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തൂണോടുകൂടിയ യജ്ഞത്തിന്റെ സ്വരൂപം എന്നർത്ഥം. നമ്മൾ 445 നാമം കണ്ടു യജ്ഞസ്വരൂപൻ എന്ന്. ഇവിടെ ആ യജ്ഞത്തിനെ ഒന്നും കൂടി പ്രത്യേകമായിട്ട് അതിന്റെ ഒരു വിശേഷത്തോടു കൂടി പറയുകയാണ്. യൂപത്തോടു കൂടിയ, അതായത് പശുവിനെ കെട്ടിയിടുന്ന ആ തൂണുകളോട് കൂടിയ യജ്ഞത്തിന്റെ സ്വരൂപമായിരിക്കുന്നവൻ എന്നർത്ഥം. 449 സത്രം. സത്രം എന്ന് വെച്ചാൽ കാര്യരൂപമായ സത്തിൽ നിന്നും ഭക്തനെ രക്ഷിക്കുന്നവൻ എന്നർത്ഥം. സകല കർമ്മഫലങ്ങളും, അതായത് ഒരു ഭക്തന് താങ്ങാൻ കഴിയുന്നതിനെ മാത്രം കൊടുത്ത് ആ കർമ്മഫലത്തിന്റെ ശക്തിയെ, ആഘാതത്തെ കുറച്ച് ഭക്തനെ രക്ഷിക്കുന്നവൻ, അതാണ് ഭഗവാനെ സത്രം എന്ന് വിളിക്കുന്നത്. 450 സദാം ഗതിഹി. അതായത് സജ്ജനങ്ങൾക്ക് ഏകഗതിയായിരിക്കുന്നവൻ, സജ്ജനങ്ങളുടെ ഒരേ ഒരു ഗതിയായിരിക്കുന്നവൻ ഭഗവാൻ. അതാണ് സദാം ഗതിഹി എന്ന് വിളിക്കുന്നത്. 451 സർവദർശി. എല്ലാ ജീവജാലങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും ദർശിക്കുന്നവൻ, എല്ലാം കാണുന്നവൻ എന്നർത്ഥം. 452 വിമുക്താത്മാ എന്ന് വെച്ചാൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിമുക്തമായിരിക്കുന്ന ആത്മാവുള്ളവൻ അഥവാ മനസ്സോടുകൂടിയവൻ എന്നർത്ഥം. സകല ബന്ധങ്ങളിൽ നിന്നുമൊക്കെ വിമുക്തമായ മനസ്സോടു കൂടിയവൻ, അതാണ് വിമുക്താത്മാ എന്ന നാമത്തിനർത്ഥം. 453 സർവജ്ഞഃ എന്ന് വെച്ചാൽ സർവ്വതും അറിയുന്നവൻ എന്നർത്ഥം. 454 ജ്ഞാനമുത്തമം. ഉത്തമമായ ജ്ഞാനമായിരിക്കുന്നവൻ ഭഗവാനാണ്. അതാണ് ജ്ഞാന ഉത്തമം, ഉത്തമമായ ജ്ഞാനമായിരിക്കുന്നവൻ എന്നർത്ഥം. സുവൃത, സുമുഖ, സൂക്ഷ്മ, സുഘോഷ, സുഖദ, സുഹൃത്, മനോഹരോ, ജിതക്രോധോ, വീരബാഹു, വിദാരണഃ. 455 സുവൃതഃ. 456 സുമുഖഃ. 457 സൂക്ഷ്മഃ. 458 സുഘോഷഃ. 459 സുഗതഃ. 460 സുഹൃത്ത്. 461 മനോഹരഃ. 462 ജിതക്രോധഃ. 463 വീരബാഹു. 464 വിദാരണഃ. ഭഗവാന്റെ 455 നാമം സുവ്രതഃ. ശോഭനമായ വ്രതത്തോടു കൂടിയവൻ എന്നർത്ഥം.
വ്രതമെന്നാൽ ദൃഢനിശ്ചയം എന്നാണ് അർത്ഥം. അപ്പൊ ശോഭനമായ, ദൃഢനിശ്ചയത്തോടു കൂടിയവൻ എന്നർത്ഥം. 456 ഈശ്വരനാമം സുമുഖഃ, ശോഭനമായ മുഖത്തോടു കൂടിയവൻ എന്നർത്ഥം. 457 ഭഗവാന്റെ നാമം സൂക്ഷ്മഃ, അതായത് അത്യധികം സൂക്ഷ്മമായവൻ. ശബ്ദാദി സ്ഥൂല കാരണങ്ങൾ കൊണ്ടൊന്നും, അതിനോടൊന്നും ബന്ധമില്ലാത്ത, അതുകൊണ്ടൊന്നും അറിയാൻ കഴിയാത്തവൻ, അത്യധികം സൂക്ഷ്മമായവൻ എന്നർത്ഥം. 458 സുഘോഷഃ എന്ന് വെച്ചാൽ ശോഭനമായ ഘോഷമുള്ളവൻ, അതായത് വേദങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്ന ശോഭനമായ ഘോഷമുള്ളവൻ എന്നർത്ഥം. മറ്റൊരർത്ഥം മേഘത്തെ പോലെ ഗംഭീരമായ ഘോഷമുള്ളവൻ. ഘോഷം എന്നാൽ ശബ്ദം എന്നാണ് അർത്ഥം. അപ്പൊ മേഘത്തെ പോലെ ഗംഭീരമായ ശബ്ദമുള്ളവൻ എന്നർത്ഥമുണ്ട്. വേദത്തിലൂടെ ശോഭനമായ ഘോഷമുള്ളവൻ, അതായത് വേദത്തിലൂടെ നമ്മൾ അറിയുന്ന ആ പ്രകാശമായി നമ്മൾ അറിയുന്ന അത്രയും വലിയ ശബ്ദമായിരിക്കുന്നവൻ എന്നർത്ഥം. 459 സുഗതഃ, അതായത് സജ്ജനങ്ങൾക്ക് സുഖം ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പൊ 459 നാമം സുഗതഃ, ഭക്തർക്ക് സുഖത്തെ ഭഗവാൻ ദാനം ചെയ്യുന്നു. 460 സുഹൃത്ത്, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഏറ്റവും വലിയ സുഹൃത്ത് ഭഗവാനാണ്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ് സുഹൃത്ത്. അപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സുഹൃത്ത് ഭഗവാനാണ് എന്നാണ് പറയുന്നത്. 461 മനോഹരഃ, നിരതിശയമായ ആനന്ദ സ്വരൂപം കൊണ്ട് ഭക്തന്റെ മനസ്സിനെ ഹരിക്കുന്നവൻ എന്നർത്ഥം. അതാണ് മനോഹരഃ, അത്യധികമാകുന്ന ആനന്ദ സ്വരൂപം കൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൻ. 462 ജിതക്രോധഃ, ക്രോധത്തെ ജയിച്ചവൻ എന്നർത്ഥം. 463 വീരബാഹു, എല്ലാവരെയും സംരക്ഷിക്കുന്ന ആ വിക്രമമുള്ള ബാഹുക്കളുള്ളവൻ, കൈകളുള്ളവൻ, എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഭഗവാന്റെ ആ വിക്രമമുള്ള, ആ വീര്യമുള്ള കൈകളാണ്. അങ്ങനെയുള്ള ബാഹുക്കളോട് കൂടിയവൻ. 464 വിദാരണഃ, അതായത് അധാർമികരെ വിദാരണം ചെയ്യുന്നവൻ. വിദാരണം എന്നാൽ പിളർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നർത്ഥം. അധർമ്മം ചെയ്യുന്നവനെ നശിപ്പിക്കുന്നവൻ എന്നാണ് വിദാരണഃ എന്ന നാമത്തിന് അർത്ഥം. സ്വാപന സ്വവശോ വ്യാപി നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വരഃ. ഭഗവാന്റെ 465 നാമം സ്വാപനഃ. 466 സ്വവശഃ, 467 വ്യാപി, 468 നൈകാത്മാ, 469 നൈക കർമ്മകൃത്, 470 വത്സരഃ, 471 വത്സലഃ, 472 വത്സി, 473 രത്നഗർഭഃ, 474 ധനേശ്വരഃ. അപ്പൊ ഭഗവാന്റെ 465 നാമം സ്വാപനഃ എന്ന് വെച്ചാൽ മായ കൊണ്ട് ജീവികളെ ഉറക്കുന്നവൻ എന്നർത്ഥം. അതായത് എല്ലാ ജീവജാലങ്ങളെയും മായയാകുന്ന ഉറക്കത്തിൽ പെടുത്തുന്നവൻ ഭഗവാനാണ്. ആ സത്യത്തെ മറച്ചു പിടിച്ച് മായയാകുന്ന ഉറക്കത്തിൽ സർവചരാചരങ്ങളെയും മായയിൽ പെടുത്തുന്നതും ആ ഭഗവാൻ. അതാണ് സ്വാപനഃ എന്ന നാമത്തിനർത്ഥം. 466 സ്വവശഃ, അതായത് ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതനാകയാൽ ഭഗവാനാണ് ഈ ജഗത്തിലെ സർവ്വതിനെയും നിയന്ത്രിക്കുന്നത്. അതാണ് സ്വവശഃ, എല്ലാത്തിനെയും വശത്താക്കിയവൻ, നിയന്ത്രിച്ചു പിടിച്ചവൻ എന്നർത്ഥം. 467 വ്യാപി, അതായത് ആകാശത്തെ പോലെ വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. 468 നാമം നൈകാത്മാ, ന ഏകാത്മാ എന്ന് വെച്ചാൽ ഒന്നായ ഭഗവാൻ നാനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഭഗവാനെ ന ഏകാത്മാ നൈകാത്മാ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ ഒന്ന്, പക്ഷേ പല പല രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു.
469 നാമം നൈക കർമ്മകൃത്ത്, ന ഏക കർമ്മകൃത്ത് എന്ന്. അതായത് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി നാനാ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഭഗവാനാണ്. അതാണ് ന ഏക കർമ്മകൃത്ത്, ഒരേ ഒരു കർമ്മമല്ല, സൃഷ്ടിയും സ്ഥിതിയും സംഹാരം മുതലായ സർവ കർമ്മങ്ങളും ഭഗവാൻ ചെയ്യുന്നു. അതാണ് നൈക കർമ്മകൃത്ത് എന്ന നാമത്തിനർത്ഥം. 470 വത്സരഹ, അതായത് സകലത്തിന്റെയും വാസസ്ഥാനമായവൻ എന്നർത്ഥം. 471 നാമം വത്സലഹ, അതായത് ഭക്തവാത്സല്യമുള്ളവൻ, ഭക്തനോട് അതിയായ സ്നേഹമുള്ളവൻ എന്നർത്ഥം. 472 വത്സി, അതായത് വത്സന്മാരെ, സകല പ്രജകളെയും പരിപാലിക്കുന്നവൻ, അതാണ് വത്സി എന്ന നാമത്തിന് അർത്ഥം. 473 രത്നഗർഭഹ, അതായത് രത്നങ്ങൾ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിന്റെ രൂപമുള്ളവൻ. അതായത് രത്നഗർഭഹ എന്ന് വെച്ചാൽ സമുദ്രമായിരിക്കുന്നവൻ. സമുദ്രം ഭഗവാനാണെന്നാ പറയുന്നത്. സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ ഒരുപാട് രത്നങ്ങൾ അവിടെ ഉണ്ട്. അതാണ് രത്നങ്ങൾ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമായിരിക്കുന്നവൻ എന്ന് പറയുന്നത്. 474 നാമം ധനേശ്വരഹ, സകല ധനങ്ങളുടെയും ഈശ്വരനായിരിക്കുന്നവൻ എന്നർത്ഥം.